നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി 2ാമത്തെ യൂണിറ്റ് ഏകോദര സോദരർ നാം. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് വിഷുക്കണി എന്ന കവിതാഭാഗം. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം. ഏകോദര സോദരർ നാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക. ഒരു ഭാഗത്തു നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തി ഉള്ളതുമാവണം ഒരു മാതൃകാ സമൂഹം. ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത സമൂഹം യാഥാർത്ഥ്യമാക്കുന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനിയും നാം ഏറ്റെടുക്കേണ്ടത്? ചർച്ച ചെയ്യുക. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കാഴ്ചപ്പാടാണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ വേരുറച്ചിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് അംബേദ്കർ വിഭാവനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യം ഭരണഘടനാ മൂല്യങ്ങളെ പിന്തുടരുന്നതാവണം. മതനിരപേക്ഷവും പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമാകണം. സമൂഹം സമത്വത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ജാതി, മതം, നിറം, ഭാഷ, സമ്പത്ത്, ദേശം, ലിംഗം, ശരീരം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ നിലനിൽക്കുന്ന സമൂഹം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. മുന്നോട്ടുള്ള ഒഴുക്ക് അതിനുണ്ടാവുകയില്ല. എന്നാൽ വിഭാഗീയതകളെ മറികടന്നുള്ള സഹോദരഭാവം സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. തുല്യനീതിയുടെയും പങ്കിടലിൻ്റെയും മനോഭാവങ്ങൾ സമൂഹത്തെ സജീവമായി ചലിപ്പിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള ഇത്തരം സമ്പർക്കങ്ങളാണ് മാറ്റത്തിൻ്റെ വാഹകങ്ങൾ, അതായത് ചാനലുകളായി പ്രവർത്തിക്കുക. ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ ഈ ചാനലുകൾക്ക് കഴിയും. ഇത്തരം മാറ്റങ്ങൾ സ്ഥിരമായി നടക്കേണ്ടതാണ്. അവ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപിക്കണം. ഇതിന് ചാലകശക്തിയാകുന്നത്, അതിനടിസ്ഥാനമാകുന്നത് ഭാഷയാണ്. ഭാഷാ വൈവിധ്യങ്ങൾ എവിടെയും പരിഗണിക്കപ്പെടേണ്ടതുമാണ്. നമുക്കിനി കവിയെ പരിചയപ്പെടാം. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ ജനനം. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. കാച്ചിക്കുറുക്കിയ കവിതകൾ എന്നും എല്ലുറപ്പുള്ള കവിത എന്നും അദ്ദേഹത്തിൻ്റെ കവിതകൾ വിശേഷിപ്പിക്കപ്പെടുന്നു. കൊയ്ത്തും മെതിയും നാട്ടുംപുറവുമുള്ള കേരള ഗ്രാമജീവിതം വൈലോപ്പിള്ളിയുടെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നായിരുന്നു. പ്രധാന കൃതികൾ: കന്നിക്കൊയ്ത്ത് ആദ്യ കവിതാ സമാഹാരമാണിത്. മാമ്പഴം ഒരു കാലത്ത് മലയാളികൾ ഏറെ കേട്ടിരുന്ന, ആസ്വദിച്ചിരുന്ന, നെഞ്ചേറ്റിയിരുന്ന ഒരു കവിതയാണ് മാമ്പഴം. സഹ്യൻ്റെ മകൻ, ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, വിത്തും കൈക്കോട്ടും. MP പോൾ പുരസ്കാരം ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. കടൽ കാക്കകൾ, കയ്പവല്ലരി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിട എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിക്കുകയുണ്ടായി. മകരക്കൊയ്ത്ത് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പച്ചക്കുതിര, കുന്നിമണികൾ, വൈലോപ്പിള്ളി കവിതകൾ, മുകുളമാല, ആസാം പണിക്കാർ, ഋഷ്യശൃംഗനും അലക്സാണ്ടറും. ഇത് നാടകമാണ്. കാവ്യലോക സ്മരണകൾ എന്നത് അദ്ദേഹം എഴുതിയ സ്മരണകളാണ്, അഥവാ ആത്മകഥയാണ്. 1985 ഡിസംബർ 22 അദ്ദേഹം അന്തരിച്ചു. കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ലിങ്കിൻ്റെ ആശയം കൂടി നോക്കാം. എത്ര വലിയ പൂട്ടിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു. ഈ വരികൾ അക്ഷരത്തിൻ്റെയും പഠനത്തിൻ്റെയും ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ, വിവേചനങ്ങൾ എന്നിവയെല്ലാം ഒരു വലിയ പൂട്ടിട്ട വാതിലിനെ പോലെയാണ് അനുഭവപ്പെടുന്നത്. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ വിവേചനങ്ങൾ പൂട്ടിട്ട വാതിൽ എന്ന പ്രയോഗത്തിൽ തെളിയുന്നുണ്ട്. അവ മനുഷ്യൻ്റെ മുന്നേറ്റവും സാധ്യതകളും തടഞ്ഞു നിർത്തും. പക്ഷേ അക്ഷരം അഥവാ വിദ്യാഭ്യാസം, അറിവും ആ പൂട്ടുകൾ തുറക്കുന്ന താക്കോലായി പ്രവർത്തിക്കുന്നു. അറിവ് കൈവരിക്കുന്നവർക്ക് മുന്നിൽ പുതിയ സാധ്യതകളുടെ ലോകം തുറക്കുന്നു. അവർ മുമ്പ് കാണാതിരുന്ന പുതിയ കാഴ്ചകളും അനുഭവങ്ങളും നേടുന്നു. വിദ്യാഭ്യാസം വെറും അറിവ് നേടൽ മാത്രമല്ല,
അത് മനുഷ്യനെ പുതിയ ലോകങ്ങളിലേക്കും മുന്നേറ്റങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ശക്തിയാണ്. ഇതാണ് ഈ വരികളുടെ ആശയം. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. ഏകോദര സോദരർ നാം എന്ന യൂണിറ്റിൻ്റെ ആശയം സമഗ്രമായി ഉൾച്ചേർന്നിട്ടുള്ള പാഠഭാഗമാണ് വിഷുക്കണി. സമത്വം, തുല്യനീതി, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ സാമൂഹിക ബോധമാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഈ കാവ്യഭാഗം എടുത്തിരിക്കുന്നത്. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട. കനിവോടെ, വളരെ ദയോടുകൂടി തൊട്ടുണർത്തി, എൻ്റെ അമ്മ തൊട്ടുണർത്തിക്കൊണ്ട് പറഞ്ഞു, കണി കാണുവാൻ വരൂ കുട്ട. അപ്പോൾ വിഷുപ്പുലരിയാണ്. കേരളത്തിൽ വിഷു വലിയ ആഘോഷമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ പ്രതീകമാണ് വിഷു. കണി കാണുന്നത് നല്ല കാഴ്ചകളാണെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ അവരുടെ ഉറക്കത്തിൽ നിന്ന് അമ്മമാർ വിളിച്ചുണർത്തുമ്പോൾ കൺ തുറക്കരുത് എന്ന് പ്രത്യേകം പറയാറുണ്ട്. ഇവിടെ അമ്മ കുട്ടിയോട് പറയുന്നു, കൺ തുറക്കാതെ വരൂ കണി കാണുവാൻ എന്ന്. തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽ തറയൂടെ നടന്നേൻ മന്ദം മന്ദം. തായ അമ്മ, അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ച് പരിചിതമായ തറയിലൂടെ, വീടിൻ്റെ എല്ലാ വശവും പരിചിതമാണ് കുട്ടിക്ക്. പ്രത്യേകിച്ചും തലേ ദിവസം രാത്രി അമ്മ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് കുട്ടി അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ചിരപരിചിതമായ ഇടമാണ് അതല്ല. അതുകൊണ്ട് ഒട്ടും സംശയമില്ലാതെ കണ്ണടച്ചുകൊണ്ടാണെങ്കിലും പരിചിതമായ ആ തറയിലൂടെ മെല്ലെ മെല്ലെ നടന്നു. കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാണ് അറിയാതവ തുറന്നുപോയി. കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിനങ്ങേപ്പുറം. കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടാണ് നടന്നതെങ്കിൽ പോലും പെട്ടെന്ന് എന്തൊരു കഷ്ടമാണ്, കണ്ണുകൾ അറിയാതെ തുറന്നുപോയി. അതായത് കണി കാണാൻ എത്തുന്നതിന് മുമ്പേ തന്നെ കുട്ടി അറിയാതെ കൺ തുറന്നു. അപ്പോഴവൻ കണ്ടത് എന്താണ്? കൂരിരുൾ ചുറ്റും, വെട്ടമൊന്നുമില്ലാതെ കൂരിരുൾ മാത്രമുള്ള ഗ്രാമത്തിലെ കൂരകൾ കണ്ടു അവൻ്റെ ജനലിലൂടെ. കണ്ണു തുറന്നതും അവൻ്റെ മുന്നിൽ കണ്ടത് ജനലാണ്. ആ ജനലിനപ്പുറത്ത് എവിടെയും വെട്ടമില്ല, കൂരിരുൾ മാത്രമുള്ള കൂരകൾ. കൂര ചെറിയ വീടുകളാണ്, ഓലയോ അല്ലെങ്കിൽ പുല്ലോ ഒക്കെ മേഞ്ഞിട്ടുള്ള വീടുകളാണ് കൂര. അപ്പോൾ തികച്ചും ദാരിദ്ര്യം നിറഞ്ഞ ഒരവസ്ഥയെ അത് സൂചിപ്പിക്കുന്നു. വെളിച്ചമില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. വിഷു ആകട്ടെ വെളിച്ചത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അല്ലേ സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകം എന്നിരിക്കെ കുട്ടി കണി കണ്ടത് എന്താണ്? കൂരിരുട്ട് നിറഞ്ഞ ഗ്രാമത്തിലെ കൂരകളെയാണ്. കണ്ണടച്ചു ഞാൻ നീങ്ങി കൺ തുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. വെള്ളി പോൽ വിളങ്ങുന്നൊരോട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും. അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണി അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ. എന്നിരിക്കലും കുട്ടി വീണ്ടും കണ്ണടച്ചു മുന്നോട്ട് നീങ്ങി വിഷുക്കണി ഒരുക്കിയിരിക്കുന്ന ഇടത്തെത്തി കൺ തുറന്നു. എന്നിട്ട് കുട്ടി കണ്ണഞ്ചിക്കുന്ന കമനീയം മനോഹരമായ ആ കണി കാണുകയാണ്. വെള്ളി പോൽ തിളങ്ങുന്ന ഒട്ടുരുളി കണ്ടു. അതിൽ കണിവെള്ളരിക്കയുണ്ട്, തേങ്ങാമുറികളുണ്ട്, തിരികളുണ്ട്, കൊന്നപ്പൂ മനോഹരമായി വിടർത്തിയിട്ടിരിക്കുന്നു, പൊന്നുണ്ട്, പൊന്ന് ചാർത്തിയിരിക്കുന്ന മഹാലക്ഷ്മിയുടെ കണ്ണാടി, ഞൊറിഞ്ഞ കരമുണ്ട്. അപ്പോൾ പുതിയ വസ്ത്രം എന്ന നിലയിൽ കരമുണ്ടുണ്ട്, അതുപോലെ സ്വർണമുണ്ട്, പിന്നെ ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയെയും ഒരുക്കിയിരിക്കുന്നു. അരിയുണ്ട്, കുങ്കുമച്ചെപ്പുണ്ട്, ഐശ്വര്യ മഹാറാണി കരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ. അപ്പം അമ്മ മനോഹരമായിട്ടാണ് ആ കണി ഒരുക്കിയിരിക്കുന്നത്. ആ കണി ഒരുക്കിയിരിക്കുന്നത് കണ്ടാൽ ആ കുടുംബത്തിലുള്ളവർക്കെല്ലാവർക്കും ആ ഒരു വർഷം മുഴുവൻ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതാണ് എന്ന മട്ടിലാണ് അമ്മ ആ
കണി ഒരുക്കിയിരിക്കുന്നത്. അത്രയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ കണി ചമയ്ക്കുക മനോഹരമായി ഒരുക്കാൻ അമ്മയ്ക്ക് പണ്ടേ വശമാണ് എന്ന് കുട്ടി പറയുന്നു. അപ്പം മനോഹരമായി അമ്മ എന്നത്തെയും പോലെ കണി ഒരുക്കിയിരിക്കുന്നതായിട്ട് കുട്ടി മനസ്സിലാക്കുന്നു. ആ കാഴ്ചകൾ കണ്ടവൻ ആസ്വദിക്കുന്നുമുണ്ട്. കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ, അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ, അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും, എങ്കിലും കണി കാണും മുമ്പു കൺതുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണെൻ കരളന്നേരത്തും. കുട്ടി പറയുന്നു, ഏതായാലും ആ കാഴ്ചകൾ മനോഹരമായ ആ കണി ഒരുക്കിയതൊക്കെ അവൻ കണ്ടു, കൈനീട്ടം മേടിച്ചു, അനുജത്തിമാരോടൊപ്പം പൂത്തിരിയൊക്കെ കത്തിച്ചു, അടുത്തും അകലത്തുമായിട്ട് പടക്കം പൊട്ടിക്കലിൻ്റെ ശബ്ദമുണ്ട്, ആഹ്ലാദമുണ്ട്, തിമിർക്കലുണ്ട്. എന്നിരിക്കലും കണി കാണുന്നതിന് മുമ്പ് കണ്ണുതുറന്നത് കൊണ്ടാണോ അറിയുന്നില്ല, അവൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്. അവൻ കണ്ണു തുറന്നത് ഐശ്വര്യത്തിലേക്കല്ല, ആദ്യം കൺതുറന്നത് കൂരിരുട്ടിലേക്കാണ്. ഇനി അതുകൊണ്ടാണോ എന്തോ ഇത്രയൊക്കെ ആഘോഷങ്ങൾക്കിടയിലും സന്തോഷങ്ങൾക്കിടയിലും ആഘോഷത്തിൻ്റെ തിമിർപ്പുകൾക്കിടയിലും അവൻ്റെ ഉള്ളിൽ എവിടെയോ ആ ഇരുട്ട് തലപൊക്കിക്കൊണ്ടിരുന്നു. കരൾ അന്നേരത്തും, ആ നേരത്തും എൻ്റെ ഹൃദയത്തിൽ, ഈ ആഘോഷങ്ങൾക്കിടയിലും സന്തോഷങ്ങൾക്കിടയിലും കുട്ടിയുടെ മനസ്സിൽ എന്താണുള്ളത്? ആ ഇരുട്ടാണ്, തിങ്ങുന്ന ഇരുട്ട്. എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ, ഇത്തറവാട്ടിൻകെട്ടിൽ ഇക്കണിയുരുളിതൻ ചുറ്റിൽ ഇത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും, ക്ലാവെഴും വാൽക്കണ്ണാടി ചേർത്തുവച്ചൈശ്വര്യത്തിൻ ദേവതേ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. എവിടെയെങ്കിലും വെളിച്ചമുണ്ടോ എന്ന് കുട്ടി അന്വേഷിക്കുകയാണ്. ഈ ഉൾനാട്ടിൽ തൻ്റെ ചങ്ങാതിമാരുടെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിലാണ്. തൻ്റെ തറവാട്ടിനകത്ത് കണിയൊരുക്കിയ ഉരുളിയുടെ ഇത്തിരി വട്ടത്തിൽ മാത്രമാണ് ഐശ്വര്യത്തെയും സന്തോഷത്തിൻ്റെയും വെളിച്ചമുള്ളത്. ആ വെളിച്ചം സമൂഹമാകെ പരക്കേണ്ടതാണെന്നും കുട്ടി തിരിച്ചറിയുന്നുണ്ട്. ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടിയിൽ ചേർത്ത് വെച്ച ഐശ്വര്യദേവതയെ ഞങ്ങൾ തരം താഴ്ത്തുകയല്ലേ എന്ന് കുട്ടി സംശയിക്കുന്നു. ചിന്തകളിലൂടെ സമത്വസുന്ദരവും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. കുട്ടിയുടെ മനസ്സിലുള്ള ഇത്തിരി വെട്ടം പ്രത്യാശയുടേതാണ്. ഈ വെളിച്ചം തൻ്റെ ചങ്ങാതിമാർക്ക് കൂടി അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് കുട്ടി സ്വപ്നം കാണുന്നത്. കുട്ടി കരുതുന്നു ഐശ്വര്യത്തിൻ്റെ മൂർത്തിയായ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ ഞങ്ങളുടെ വീട്ടിലുള്ള ഈ ഓട്ടുരുളിയുടെ ഇത്തിരി വട്ടത്തിൽ മാത്രം ഇരുത്തി കണി കണ്ട് ഐശ്വര്യം പ്രദാനം ചെയ്യും എന്ന് കരുതുന്നത് എത്ര മോശമാണ്. സത്യത്തിൽ ആ ദേവതയെ തരം താഴ്ത്തുകയല്ലേ ചെയ്യുന്നത് എന്ന് കുട്ടി സന്ദേഹിക്കുന്നു. നീ ഉദാരതയുടെ പര്യായം വിയർപ്പുനീരാഴിയിൽ പിറന്നൃതി മഴ പോൽ വർഷിക്കുമ്പോൾ, നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീയെരിവെയിലിൽ, കായികനി തൂങ്ങും കൊമ്പിലൂയലാടിയും പുന്നൽപ്പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. എങ്ങനെയൊതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിയിടും, ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ. ഉദാരതയുടെ പ്രതീകമായ ഐശ്വര്യദേവതയ്ക്ക് ഒരു ചെറുവട്ടത്തിൽ ഒതുങ്ങി തന്നിലേക്ക് മാത്രം തുറക്കുന്ന കണ്ണുകളിൽ എങ്ങനെയാണ് തഴുകാൻ കഴിയുന്നതെന്ന് കുട്ടി ചിന്തിക്കുകയാണ്. ഉദാരതയുടെ പര്യായമാണ് മഹാലക്ഷ്മി. അങ്ങനെയുള്ള മഹാലക്ഷ്മി എങ്ങനെയാണ് തൻ്റെ നേർക്കു മാത്രം ഐശ്വര്യത്തിൻ്റെ കരങ്ങൾ നീട്ടുക? തൊട്ടപ്പുറത്ത് കൂരിരുട്ടിൽ കൂരകളിൽ കഴിയുന്ന തൻ്റെ സുഹൃത്തുക്കളുടെ നേരെയും ഉദാരതയുടെ ദേവതയായ ആ മഹാലക്ഷ്മി അവളുടെ കൈകൾ നീട്ടേണ്ടതല്ലേ, അനുഗ്രഹത്തിൻ്റെ കൈകൾ നീട്ടേണ്ടതല്ലേ എന്ന് കുട്ടി ചിന്തിക്കുകയാണ്. കർഷകരുടെ അല്ലെങ്കിൽ അടിസ്ഥാന ജനതയുടെ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന സമൃദ്ധിയാണ് വിഷുക്കണിയുടെ പൊരുൾ. അവരുടെ വിയർപ്പുനീരിൻ്റെ കടലിൽ നിന്നാണ് ഋതുക്കളുടെ ഈ സമൃദ്ധി മഴ പോലെ വർഷിക്കുന്നത്. കരിമണ്ണിൻ കൊടി എന്ന പ്രയോഗം കറുത്ത മണ്ണിൽ നിന്ന് ഉയർന്ന ഐശ്വര്യത്തിൻ്റെ കൊടിക്കൂറയായും പച്ചപ്പിൻ്റെ നിറവായും
വിഷുവിനെ കാണിച്ചു തരുന്നു. കണിക്കൊന്നകളുടെ സ്വർണ്ണനീരരുവിയിൽ കുളിച്ച് കായ്കനികൾ നിറഞ്ഞ കൊമ്പുകളിൽ ഊഞ്ഞാലാടി പായ് വിരിച്ച പോലെ പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളിൽ നൃത്തം ചെയ്ത് പെരുമ നേടുന്ന പുണ്യമാണ് ഈ വിളവെടുപ്പുത്സവം. വിഷുക്കാലത്തിൻ്റെ ഭംഗിയും കാർഷിക സമൃദ്ധിയും അത് അധ്വാനിക്കുന്ന അടിസ്ഥാന ജനതയോടുള്ള ബന്ധവും ഈ വരികളിൽ ഇഴചേർന്നിരിക്കുന്നു. വീണ്ടും കുട്ടി സംശയിക്കുന്നു, എങ്ങനെയാണ് ഉദാരതയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മിയെ ഒരു ചെറുവട്ടത്തിൽ ഒതുക്കുക എന്ന്. ചിരിക്കുന്ന മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിൽ എങ്ങനെയാണ് ഒതുക്കുക? ചുറ്റുപാടും ആഘോഷ തിമിർപ്പുകളാണ് അല്ലേ? പൂത്തിരി കത്തിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. ഈ ആഘോഷത്തിൻ്റെ ഇത്തിരി വട്ടം മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് കൂരകളിൽ ഇതൊന്നുമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികൾ അനേകമുണ്ട്. അപ്പോൾ ഇത്തിരി വട്ടത്തിൽ മാത്രം എങ്ങനെയാണ് ഈ ദേവതയെ ഒതുക്കി നിർത്താൻ സാധിക്കുക? ദരിദ്രർക്കേകും പിച്ചക്കൈ നീട്ട വെള്ളിക്കാശിൽ. ദരിദ്രർക്ക് നമ്മൾ ഒരു ഔദാര്യം പോലെ എറിഞ്ഞു കൊടുക്കുന്ന ആ വെള്ളിക്കാശിൽ എങ്ങനെയാണ് ആ ദേവതയെ സങ്കല്പിക്കാൻ കഴിയുക? നമ്മൾ സമ്പന്നരെന്ന് അഹങ്കരിക്കുന്ന മേൽവർഗക്കാർ ഒരു ഉദാരതയുടെ പേരിൽ അല്ലെങ്കിൽ നന്മയാണ് ചെയ്യുന്നത് എന്ന് അഹങ്കരിച്ചുകൊണ്ട് പിച്ചക്കാശായി നൽകുന്ന അതിൽ എങ്ങനെയാണ് ഈ ദേവതയെ ഒതുക്കാൻ സാധിക്കുക എന്ന് കുട്ടി സംശയിക്കുന്നു. എന്മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൽ വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി കണി കാൺമതിൻ മുമ്പേ കൺതുറന്നിട്ടാവാം ഞാനിനിയ പുലർക്കാലം വരെയും അസംതൃപ്തൻ. മനം, എൻ്റെ മനസ്സ് കൊതിക്കുന്നത് എന്തിനാണ്? ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലെ. ചളിയിൽ നിന്ന് പൊന്തി വരുന്ന മനോഹരമായ മലരുകൾ, താമരകൾ പോലെ ഈ പാഴിരുൾ പരപ്പിലും എല്ലാ വീടുകളിലും കണി നിരന്നിട്ട് വിളയാടുമോ നീ എന്നാണ് അല്ലേ? ആ വീടുകളിലും ആ കൂരകളിലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പൊൻകതിരൊളിയാകാൻ നീ വിളങ്ങുമോ എന്നാണ് ഇവിടെ കുട്ടി ആഗ്രഹിക്കുന്നത്. മനം കൊതിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കുട്ടിയുടെ മനസ്സ് കൊതിക്കുന്നത് എല്ലായിടവും പരക്കുന്ന കണിയുടെ വെളിച്ചം കാണുവാനാണ്. തൻ്റെ വീട്ടിലെ, തൻ്റെ തറവാട്ടിലെ ഇത്തിരി വെട്ടത്തിൽ മാത്രമല്ല, ആ വെളിച്ചം അടുത്തുള്ള ഗ്രാമങ്ങളിലെ തൻ്റെ സുഹൃത്തുക്കളുടെ കൂരകളിലേക്ക് കൂടി എത്തണമെന്ന് പറയുന്നു. ഇവിടെ ഏകോദര സോദരർ നാം എന്നതിൽ അംബേദ്കർ പ്രവേശകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരിടത്തു മാത്രം മാറ്റമുണ്ടായാൽ പോരാ, ആ മാറ്റം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കണം എന്ന് പറയുന്നത് ഓർക്കുക. അപ്പം അങ്ങനെ പരന്നു കാണാൻ, ആ കണിയുടെ വെളിച്ചം പരന്നു കാണുവാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. ചേറിൽ വിരിയുന്ന പൊൻതാമരപ്പൂക്കൾ പോലെ ഇരുൾപ്പരപ്പിലെ എല്ലാ വീടുകളിലും കണി നിരക്കുന്നതും ഐശ്വര്യം ഒന്നുപോലെ വിളയാടുന്നതും കുട്ടിയുടെ പ്രത്യാശയിലുണ്ട്. കണി കാണും മുമ്പ് കൺ തുറന്നതുകൊണ്ടാണോ എന്ന് അറിയില്ലെന്നും ഇനി ഒരു പുലരി ഉണ്ടാകും വരെ ഞാൻ അസംതൃപ്തനാണെന്നുമുള്ള കുട്ടിയുടെ മനോവികാരത്തിലൂടെ അസമത്വത്തിൽ നിന്ന് മോചിതമാകുന്ന നവലോകത്തിൻ്റെ അനിവാര്യതയാണ് കവി ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. കവിതയുടെ ആശയം ഏവരും ഗ്രഹിച്ചു കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.